ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ചുരിദാർ ടോപ്പറിന് കോളർ ചെയ്യാവേ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിരുന്നു. ഹാഫ് കോളറ് ഇതുപോലെ കഴുത്ത് വെട്ടിയിട്ട് ഹാഫ് കോളർ വെച്ച് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ആ കോളർ വേറൊരു രീതിയിലാണ് ഞാൻ പിടിപ്പിച്ച് കാണിച്ചത്. അപ്പം ഇതും വേറൊരു രീതിയിലാണ്. രണ്ട് രീതിയിൽ നമുക്ക് പിടിപ്പിക്കാം. അപ്പം ആ വേറൊരു രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഞാനിപ്പോൾ ബാക്ക് പീസ് വെട്ടത്തില്ല കേട്ടോ. ബാക്ക് പീസ് കഴുത്തിറക്കത്തില്ല. ബാക്ക് പീസ് ഇതേ രീതിയിൽ തന്നെ വെട്ടിയെടുക്കണം. ഒരു ശകലം പോലും കഴുത്തിറങ്ങാൻ പാടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് കോളറ് 12 ഇഞ്ച് മതി എന്നാണ് പറഞ്ഞത്. അവർക്ക് ചെറിയ കോളർ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു 1 ഇഞ്ചും കൂടെ കൂട്ടി തയ്യൽത്തുമ്പ് കൂട്ടി ഒരു 13 ഇഞ്ച് കോളർ വെട്ടിയെടുക്കാവേ. 13 ഇഞ്ച് നിങ്ങളുടെ തുണിയാണ് കണ്ടോ. തുണിയല്ല, സ്റ്റിപ്പ്. നേരെ വെട്ടിയെടുക്കുക സ്റ്റിപ്പ്. ഇത് രണ്ടായിട്ട് മടക്കുക. കണ്ട, രണ്ടായിട്ട് മടക്കുക. മടക്കിയിട്ട് നമ്മൾ ഒരു 13 ഇഞ്ച് അപ്പോൾ ഒരു 13ൻ്റെ പകുതി 6.5 കേട്ടോ. 6.5 അടയാളം ചെയ്യുക. നമുക്ക് 1 ഇഞ്ച് വെച്ച് അടയാളം ചെയ്ത് അങ്ങ് വരെ പോവാം. 1 ഇഞ്ച് ഇത് നമുക്കൊരു ലൈൻ കൊടുക്കാം. ഉണ്ടോ, നമുക്കിത് ഈ ഭാഗത്ത് ഇങ്ങനെ വളച്ചു കൊടുക്കാം. നമുക്കതിന് വെട്ടിയെടുക്കാം. ഓക്കെ, നമുക്ക് തുണിയെ വെട്ടിയെടുക്കണം കേട്ടോ. തുണിയിലാകുമ്പോൾ അതിന് 2 പീസ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഈ രീതിയിൽ ഒരു മടക്കും കൂടെ കൊടുക്കാം നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് വേണമേ. അപ്പോൾ ലൈനിങ് നമുക്ക് അങ്ങനെ തന്നെ മടക്കാം. അതെ, കണ്ടോ, ലൈനിങ് അങ്ങനെ തന്നെ മടക്കിയെടുത്തു. രണ്ട് നമ്മൾ ഒരേപോലെ വയ്ക്കാൻ നോക്കുക കേട്ടോ. ഓപ്പൺ അല്ലാത്ത ഭാഗം ഇത് കണ്ടേ, ഓപ്പൺ അല്ലാത്ത ഭാഗം വേണം വെക്കാനായിട്ട്. കണ്ടോ, ഈ രീതി വെച്ചിട്ട് കോളറും ഓപ്പൺ ഇല്ലാത്ത ഭാഗം വയ്ക്കുക. കണ്ടോ, കോളറും ഓപ്പൺ ഇല്ലാത്ത ഭാഗം വയ്ക്കുക. ഇത് നമുക്ക് വെട്ടിയെടുക്കാം. ഇങ്ങനെ തന്നെ വെട്ടിയെടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോളറായി. നമുക്കിതിന് രണ്ടായിട്ട് വേർപെടുത്തിയെടുക്കണം. രണ്ടായിട്ട് വേർപെടുത്തിയെടുക്കാം. ഓക്കെ, അതും അതുപോലെ തന്നെ. വേർപെടുത്തിയെടുത്തേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ വർക്കൊക്കെ കറക്റ്റ് ചെയ്ത് വയ്ക്കണം കേട്ടോ. വർക്കൊക്കെ കറക്റ്റ് ചെയ്ത് നേരെ പിടിക്കുക. നേരെ വെച്ച് ഉണ്ടോ, നല്ല പീസും കൂടെ നമുക്ക് ചെയ്യാവേ. നല്ല പീസും കൂടെ കണ്ടോ ചെയ്തു. ഇതിന് ലൈനിങ്ങും ഉണ്ടോ, ഉള്ളിൽ ലൈനിങ്. പ്ലെയിൻ പീസ് ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നല്ല പീസ് 2 പീസ് മതിയേ. അതിന് മേലെ സ്റ്റിപ്പ് വയ്ക്കുക. ഉണ്ടോ, എന്നിട്ട് നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ഇതുപോലെ നമ്മൾ വെട്ടിയത് പോലെ തന്നെ വളച്ചെടുക്കുക. ഇതെല്ലാം കറക്റ്റിന് പിടിച്ചോണേ. വളച്ച് തയ്ച്ചെടുക്കുക. തയ്യൽ തുമ്പെല്ലാം കറക്റ്റായിരിക്കണം. എല്ലാ തുമ്പയിലും സ്റ്റിച്ച് വീഴണം. ശ്രദ്ധിച്ചോണം. ഈ എല്ലാ തുമ്പയിലും തീ കൊണ്ടോ ഇവിടെ വീഴുന്നില്ല കണ്ടോ.
അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യാം. നമുക്ക് എല്ലാം ഈ ഇരിക്കുന്ന 4 പീസയിലും കോളർ ഉൾപ്പെടെ 5 പീസയിലും സ്റ്റിച്ച് വീഴണം. ഓക്കെ, ലൈനിങ് വെച്ചിട്ട് ലൈനിങ് ഇച്ചിരി അകത്തോട്ടായി പോയതാ. തുമ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, നമുക്കൊരു കുഞ്ഞ് കട്ട് ഉണ്ടോ, ഈ ഭാഗത്തൊക്കെ കുഞ്ഞു കട്ട് കൊടുത്താൽ റെഡിയാകും പെട്ടെന്ന്. ഉണ്ടോ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ പീസ് പുറത്ത് വരത്തക്ക രീതി ഞാൻ മറിച്ചെടുക്കാം. കണ്ടോ കണ്ടോ, എന്നിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവേ. പ്രസ് ചെയ്ത് കൊടുക്കുക. കുഞ്ഞു കോളർ മതി എന്ന് പറഞ്ഞു, കോളർ എന്നൊരു പേര്, അതുകൊണ്ടാണ് ഇത്രയും എടുത്തത് കേട്ടോ. പ്രസ് ചെയ്തെടുക്കുക. ഓക്കെ, കുഞ്ഞു കോളറായേ. ഇത് കറക്റ്റ് ചെയ്യാം നമുക്ക് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് തുമ്പ് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഉണ്ടോ, അപ്പോൾ കറക്റ്റായി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു അടയാളം കൊടുക്കാം. ചോക്ക് ഞാൻ എടുത്തിട്ടില്ലേ, ഇവിടെ ഈ മെഷീനെ കിടന്നത് ചോക്കായി, പൊടിഞ്ഞ ചോക്കായി, എടുക്കാൻ മറന്നുപോയി. ഉണ്ടോ, സെൻറ്റർ ഭാഗത്ത് ഒരു അടയാളം കൊടുത്തു. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഈ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം കാണണ്ടേ, നെക്കിൻ്റെ സെൻറ്റർ ഭാഗം, അതിനിപ്പോൾ ബാക്ക് പീസ് എടുത്തിട്ട് ഷോൾഡർ തമ്മിൽ കറക്റ്റ് പിടിക്കുക. ഉണ്ടോ, ഷോൾഡർ ജോയിൻറ്റ് കറക്റ്റ് പിടിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം കാണാം. കണ്ടോ, ഇതാണ് സെൻറ്റർ ഭാഗം. ഓക്കെ, അപ്പം ഇനി എന്താ ചെയ്യുക, ഇനി നമുക്ക് ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് നമ്മൾ പ്രസ് ചെയ്ത ഭാഗം പുറത്ത് വരണം കേട്ടോ. പ്രസ് ചെയ്ത ഭാഗം ഇതാണ്, അത് പുറത്ത് വരണം. ഇങ്ങനെയാണ്, കണ്ടോ, ഒരേ പൊസിഷനിൽ കണ്ടോ, നമ്മൾ അടയാളം ചെയ്തതും കട്ട് ചെയ്ത ബാക്ക് പീസിൻ്റെ ഭാഗം കൂടെ ഒരേപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് പിടിച്ച് ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത ഭാഗം സ്റ്റിച്ച് തയ്യൽ തുമ്പ് ഇങ്ങോട്ട് പുറത്തോട്ട് വരണം കേട്ടോ. ബാക്ക് പീസിൻ്റെലോട്ട് വരണം, ഫ്രണ്ട് പീസിലോട്ട് വരരുത് കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റിന് നിൽക്കും, കഴുത്തിൻ്റെ കറക്റ്റിന് കോളർ നിൽക്കും. നമുക്കിത് ഈ ഷോൾഡറിൻ്റെ ജോയിൻ്റ് ഭാഗം ഉണ്ടല്ലോ, ഈ ചെറിയ കട്ട് കൊടുക്കാം. കണ്ടോ കണ്ടോ, ഇത് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഉണ്ടോ, ഇവിടെയൊക്കെ ചെറിയ കട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് നിൽക്കും. അപ്പോൾ കോളറായി, കണ്ടോ കണ്ടോ, കോളർ വന്ന് കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകം സ്റ്റിച്ച് ചെയ്തെടുക്കണ്ടേ. ഞാൻ ആദ്യത്തെ വീഡിയോ കാണിച്ച വേറൊരു രീതിയാണ് കോളർ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ക്രോസ് പീസെല്ലാം അവിടെ ജോയിൻറ്റ് ചെയ്തില്ലേ, അത് വെച്ച് നമുക്ക്
കഴുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഇത് നമുക്കിത് രണ്ടായിട്ടത് ഇങ്ങനെ മടക്കി. എല്ലാവർക്കും അറിയാം ഇതൊക്കെ, എന്നാലും ഞാൻ കാണിക്കുകയാണ് ഒന്നും കൂടെ. അപ്പോൾ പല വീഡിയോ കണ്ടിട്ടുള്ളതല്ലേ ഇത്. ആദ്യം ഇത് ഇങ്ങനെ ചെയ്യുക, അകത്ത് തന്നെ കേട്ടോ. അകത്ത് ഇച്ചിരി അങ്ങോട്ട് തള്ളിയിടുക, ഈ തുമ്പിച്ചിരി തള്ളിയിട്ട് ഇത് ചെയ്യുക. നമുക്ക് അന്നേരം പെട്ടെന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം, റൗണ്ട് ചെയ്ത് വരാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ട് നമുക്കെടുക്കാം. ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക. കറക്റ്റിന് പിടിച്ച് ശ്രദ്ധിച്ച് തയ്ക്കണം കേട്ടോ. ശ്രദ്ധിച്ച് തയ്ച്ച് വരിക. കണ്ടോ, ഞാനത് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാം. എന്ത് കണ്ടോ, ജോയിൻറ്റ് ചെയ്യാനായിട്ട് തയ്യൽ തുമ്പ് തള്ളിയിട്ടുണ്ട്. കണ്ടോ, തയ്യൽ തുമ്പ് തള്ളിയിട്ട് നമുക്കെടുക്കാം. നമുക്ക് ഇത് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്യാം. കണ്ടോ, ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമുക്കിത് ഓക്കെ. എന്നിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞു കട്ടിങ് കൊടുക്കണം ഇതിനെല്ലാം. കണ്ടോ, കട്ട് ചെയ്തെടുത്താൽ സൂപ്പറായിട്ടിരിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പ്രസ്സിങ് കൊടുക്കാം ഇതിന് കേട്ടോ. നമ്മൾ ഓരോ പ്രാവശ്യം തയ്ക്കുമ്പോഴും ഈ നൂലിങ്ങനെ വലിച്ചു കൊടുക്കണം ഇങ്ങോട്ട്. അപ്പോൾ സൂചിയൊന്നും നൂല് ഊരത്തില്ല. വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നൂല് പിന്നെ നൂല് കോർക്കാനൊക്കെ ഇരിക്കണം. അപ്പോൾ ഇതാകുമ്പോൾ തയ്ക്കുന്നതിന് മുമ്പ് നൂലൊന്ന് വലിച്ചു കൊടുത്താൽ പൊട്ടിപ്പോകത്തില്ല. പിന്നെ യൂട്യൂബിലൊരു വീട്ടമ്മ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ല, പട്ടിണിയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തു. ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ ഞാനപ്പോൾ കമൻ്റ് ഇട്ടത് തയ്യൽ പഠിക്കാൻ വീട്ടിൽ നിന്ന് ചെയ്യാമല്ലോ. നമുക്ക് വീട്ടുജോലിയാവും, കുഞ്ഞുങ്ങളെ നോക്കാം, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് നമുക്ക് തയ്ക്കുകയും ചെയ്യാം. ഒരു 10 മണി വരെയൊക്കെ ഇരുന്ന്, ഉച്ച കഴിഞ്ഞിരുന്ന ഒരു 10 മണി വരെയൊക്കെ ഇരുന്ന് തയ്ച്ചാൽ നമുക്ക് കുറഞ്ഞൊരു 800 രൂപയുടെ അല്ലെങ്കിൽ ഒരു 500 രൂപ പോട്ടെ പണി ചെയ്തെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ പട്ടിണിയാകത്തില്ല. അപ്പോൾ ഞാൻ
ഞാൻ പറഞ്ഞു കാര്യം. ഇതുപോലൊക്കെ അനുഭവിച്ചതല്ലേ, ഒരുപാട് അനുഭവിച്ചതാണ്. പക്ഷേ ഈ തൊഴിൽ ഒരുപാട് ഉപകാരപ്പെട്ടെനിക്ക്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കും, ഒരു പ്രചോദനമാകട്ടെ. കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണ്ടേ. ഉണ്ടോ? ഇനി നമുക്ക് അകത്തോട്ട് വെച്ച് തടിച്ചെടുക്കാം കേട്ടോ. ഉണ്ടോ? എത്രയോ രാത്രികൾ ഉറക്കം ഉളച്ചിട്ട് സീസൺ തയ്യലിന് തയ്ച്ചിട്ടുണ്ട്. ഓണം, ഉത്സവം, ഉറക്കമെന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടാകത്തില്ല. നമ്മുടെ മക്കൾ ഒരു പൊസിഷനിൽ എത്തിച്ചേരുന്ന വരെ കഷ്ടപ്പാട് തന്നെ. ഇങ്ങനെ മടക്കി എടുത്താൽ മതി. തള്ളി നിൽക്കുന്ന തയ്യൽ തുമ്പക ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടോ? ഈ രീതിയിലും കോളർ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഉണ്ടോ? ഞാൻ വേറൊരു രീതിയാണ് കാണിച്ചത്. തയ്യൽ തുമ്പ് കാണാം, അതാണ്. നമുക്കതൊക്കെ ഇങ്ങനെ വെട്ടി കറക്റ്റ് ചെയ്യണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. കുറച്ചങ്ങോട്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ പിന്നെ അത് കാണത്തില്ല. അങ്ങനെയൊക്കെ തയ്ച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോളറിൻ്റെ പരിപാടി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കോളർ ഫിനിഷ് ചെയ്തെടുക്കാം. കണ്ടോ? കഴുത്തപ്പം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? നെക്ക് ഇച്ചിരി വൈഡാണ്. ചെറിയ കോളർ വെച്ച് നെക്ക് വൈഡാക്കി എടുക്കണം പറഞ്ഞാൽ അതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറൊക്കെ ചെയ്യുക. ഓക്കേ.